ഇന്നത്തെ വീഡിയോയിൽ 9ാം ക്ലാസ് ഇംഗ്ലീഷ് പാഠപുസ്തകത്തിലെ ഡെറ്റ്സ് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ് എന്ന ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻ ആൻസേഴ്സും ആക്ടിവിറ്റീസുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ വെൽക്കം ബാക്ക് ടു സ്കൂൾഷിപ്പ്. നമ്മുടെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂട്ടുകാരിലേക്ക് കൂടി ഷെയർ ചെയ്യുക. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. Read Selma Lagerlof's speech again and respond to the following questions. Question number 1. What is the significance of the journey by train? How does it relate to the narrator's thoughts and reflections? ട്രെയിൻ ജേണിക്ക് ഈ സ്പീച്ചിലുള്ള പ്രാധാന്യം എന്താണെന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ ട്രെയിൻ ജേണി എങ്ങനെയാണ് നറേറ്ററുടെ ചിന്തകളുമായി ബന്ധപ്പെട്ടിരിക്കുന്നത് എന്നുകൂടിയാണ് ചോദിച്ചിട്ടുള്ളത്. In this speech, the train journey is used as a powerful symbol of narrator's imagination. ഈ ഒരു സ്പീച്ചിൽ നറേറ്ററുടെ ഭാവനയുടെ പ്രതീകമായിട്ടാണ് ട്രെയിൻ ജേണിയെ ഉപയോഗിച്ചിട്ടുള്ളത്. Though she is in an actual train, she also enjoys a parallel train journey in her imagination. ഒരു യഥാർത്ഥ ട്രെയിനിലായിരിക്കുമ്പോൾ തന്നെയും നറേറ്റർ അവളുടെ ഇമാജിനേഷനിൽ ഒരു യാത്ര നടത്തുന്നുണ്ടെന്നാണ് നമ്മൾ പറഞ്ഞു വെച്ചിരിക്കുന്നത്. Question number 2. Explain the writer's feelings of indebtedness to nature. Cite instances from the speech. നറേറ്ററുടെ നേച്ചറിനോടുള്ള കടപ്പാട് സൂചിപ്പിക്കുന്ന ഫീലിങ്സ്, അത് വെളിവാക്കുന്ന ഇൻസ്റ്റൻസസ്, അത് വെളിവാക്കുന്ന ലൈൻസ് ഏതൊക്കെയാണെന്ന് സ്പീച്ചിൽ നിന്ന് കണ്ടെത്തി എഴുതാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. നോക്കാം. The narrator feels indebted to nature for contributing to her creativity. നറേറ്റർക്ക് തൻ്റെ ക്രിയേറ്റിവിറ്റി വളർത്തിയെടുക്കുന്നതിൽ നേച്ചർ നൽകിയ കോൺട്രിബ്യൂഷൻസിനെ ഓർത്ത് കടപ്പാട് തോന്നുന്നുണ്ട്. ഷീ സെയ്സ്, ആൻഡ് ഐ മീൻ ദാറ്റ് നോട്ട് ഓൺലി ടു പീപ്പിൾ, ദർ ഈസ് ദ ഹോൾ ഓഫ് നേച്ചർ ആസ് വെൽ. അതുകൊണ്ട് നറേറ്റർ ഇങ്ങനെ പറയുന്നു, ഞാൻ മനുഷ്യരോട് മാത്രമല്ല കടപ്പെട്ടിരിക്കുന്നത്, ഈ മുഴുവൻ പ്രകൃതിയോട് തന്നെയും കടപ്പെട്ടിരിക്കുന്നു. ദി ആനിമൽസ് ദാറ്റ് വോക്ക് ദി എർത്ത്, ഈ ഭൂമിയിലൂടെ നടക്കുന്ന എല്ലാ മൃഗങ്ങളോടും. ദ ബേർഡ്സ് ഇൻ ദ സ്കൈസ്, ആകാശത്തിലെ പക്ഷികളോടും. ദ ട്രീസ് ആൻഡ് ഫ്ലവേഴ്സ്, മരങ്ങളോടും പുഷ്പങ്ങളോടും. ദേ ഹാവ് ഓൾ ടോൾഡ് മീ സം ഓഫ് ദെയർ സീക്രട്സ്, ഇവരോടെല്ലാം കടപ്പെട്ടിരിക്കുന്നു, കാരണം ഇവയെല്ലാം തന്നോട് അവയുടേതായ ചില സീക്രട്സ് പറഞ്ഞു തന്നിട്ടുണ്ട് എന്നതുകൊണ്ട്. ദിസ് ക്ലിയർലി ഷോസ് ഹർ ഫീലിംഗ്സ് ഓഫ് ഇൻഡിറ്റഡ്നെസ് ടു നേച്ചർ. ഇതെല്ലാം നമ്മുടെ നറേറ്റർക്ക് നേച്ചറിനോടുള്ള, പ്രകൃതിയോടുള്ള കടപ്പാടാണ് സൂചിപ്പിക്കുന്നത്. Question number 3. Her father had a prime role in shaping Selma's personality. സെൽമയുടെ വ്യക്തിത്വം രൂപപ്പെടുത്തുന്നതിൽ അച്ഛന് വളരെയധികം പങ്കുണ്ട്. Describe the role of the following in shaping her life. ഇനി നമ്മളോട് ചോദിച്ചിരിക്കുന്നത് താഴെ കൊടുത്തിരിക്കുന്ന ഘടകങ്ങൾ, ഫാക്ടേഴ്സ് എങ്ങനെയാണ് സെൽമയുടെ പേഴ്സണാലിറ്റിയെ ഷേപ്പ് ചെയ്യാൻ സഹായിച്ചത് എന്നാണ്. നമുക്ക് നോക്കാം ഏതൊക്കെയാണ് ഫാക്ടേഴ്സ് എന്ന്. നേച്ചർ, ലിറ്ററേച്ചർ, ആർട്ട്, ഹെർ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി, ഹെർ റീഡേഴ്സ്. ഓക്കെ, ലെറ്റ്സ് ആൻസർ ദ ക്വസ്റ്റ്യൻ. Besides her father, Selma was influenced by many other factors as well. അച്ഛനെ കൂടാതെ മറ്റു പല ഘടകങ്ങളും സെൽമയെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടായിരുന്നു. നേച്ചർ ത്രൂ ഇറ്റ്സ് വണ്ടേഴ്സ് കോൺട്രിബ്യൂട്ടഡ് ടു ഹെർ ക്രിയേറ്റീവ് സ്പിരിറ്റ്. നേച്ചർ അതിൻ്റെ അത്ഭുതങ്ങളിലൂടെ, എന്ന് വെച്ചാൽ അത്ഭുതങ്ങളായ വിവിധ സൃഷ്ടികളിലൂടെ അവളുടെ ക്രിയേറ്റീവ് സ്പിരിറ്റിനെ, അവളുടെ ഭാവനയെ എന്ത് ചെയ്തു? വളർത്തി. ഇറ്റ് ഗേവ് ഹെർ മച്ച് ഇൻസ്പിറേഷൻ ടു റൈറ്റ്. നേച്ചർ അതുകൊണ്ട് തന്നെ എഴുതാനായിട്ട് ഒത്തിരി ഇൻസ്പിറേഷൻ, പ്രചോദനം അവൾക്ക് നൽകി. ദ സ്റ്റോറീസ് ആൻഡ് ഫോക്ക് ടെയിൽസ് ഷീ വാസ് എക്സ്പോസ് ടു ഹെൽപ് ഹെർ ബിൽഡ് എ സ്ട്രോങ് കപ്പാസിറ്റി ഫോർ ഇമാജിനേഷൻ. ഇനി നമ്മൾ പറയുന്നത് ലിറ്ററേച്ചർ എങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്തു എന്നാണ്. അവൾ കേട്ട കഥകളും അതുപോലെ തന്നെ നാടോടി കഥകളും എല്ലാം, അവൾ എക്സ്പോസ്ഡ് ആയിട്ടുള്ള നാടോടി കഥകളും സ്റ്റോറീസും എന്ന് പറഞ്ഞാൽ അവൾ ഏതിനോടൊക്കെയാണോ ചെറുപ്പം മുതലേ എക്സ്പോസ്ഡ് ആയിരുന്നത്, കേട്ടു വന്നത്, അതെല്ലാം അവൾ എന്ത് ചെയ്തു? ഇമാജിനേഷനുള്ള, ഭാവനയ്ക്കുള്ള കപ്പാസിറ്റി എന്ത് ചെയ്തു? വളർത്തിക്കൊണ്ടുവന്നു. ഹർ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി ബിലീവ്ഡ് ഇൻ ഹർ എബിലിറ്റീസ്. അവളുടെ ഫ്രണ്ട്സും ഫാമിലിയും അവളുടെ കഴിവുകളിൽ നല്ല വിശ്വാസം അർപ്പിച്ചു. Her readers across the globe helped her by choosing her works. അതുമാത്രമല്ല, ലോകമാസകലമുള്ള അവളുടെ റീഡേഴ്സും അവളുടെ വർക്ക്സ് തിരഞ്ഞെടുക്കുന്നതിലൂടെ അവളെ എന്ത് ചെയ്തിട്ടുണ്ട്? സഹായിച്ചിട്ടുണ്ട്. While she gained confidence through their praise, their harsh criticism helped her improve her writing. അപ്പോൾ റീഡേഴ്സ് എന്താണ്? പ്രൈസ് ചെയ്തു, ചില നേരത്തെ അവളെ സ്തുതിച്ച് സംസാരിച്ചു, അതവളുടെ കോൺഫിഡൻസ് കൂട്ടി. അതേസമയത്ത് ചില സമയത്ത് അവർ ഹാർഷ് ക്രിറ്റിസിസം കൊടുത്തു, എന്താണ്? വളരെ രൂക്ഷമായിട്ട് വിമർശിച്ചു. അതവളുടെ എഴുത്തിനെ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്തു എന്നാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ഫോർത്ത് ക്വസ്റ്റ്യൻ. ഹൗ ഡസ് സെൽമ എക്സ്പ്രസ് ഹെർ ഗ്രാറ്റിറ്റ്യൂഡ്? സെൽമ എങ്ങനെയാണ് അവളുടെ ഗ്രാറ്റിറ്റ്യൂഡ്, കൃതജ്ഞത, നന്ദി
എന്താണ് പ്രകാശിപ്പിക്കുന്നത് അല്ലെങ്കിൽ പ്രദർശിപ്പിക്കുന്നത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. സെൽമ എക്സ്പ്രസസ് ഹെർ ഗ്രാറ്റിറ്റ്യൂഡ് ആസ് ഹെർ ഇൻഡിറ്റഡ്നെസ്. അപ്പോൾ സെൽമ അവളുടെ ഗ്രാറ്റിറ്റ്യൂഡ് കടപ്പാട് എന്ന രീതിയിലാണ് പ്രദർശിപ്പിക്കുന്നത് അല്ലെ. ഷീ ഫൈൻഡ്സ് ഹെർ ഗ്രോത്ത് ആസ് ദ റിസൾട്ട് ഓഫ് സപ്പോർട്ട് ഷീ റിസീവ്ഡ് ഫ്രം ഹെർ ഫാമിലി, ഫ്രണ്ട്സ് ആൻഡ് നേച്ചർ. സെൽമ കണക്കാക്കുന്നത് അവളുടെ വളർച്ച, അവളുടെ ഒരു റൈറ്റർ എന്ന നിലയിലുള്ള വളർച്ച അവൾ ഫാമിലിയിൽ നിന്നും ഫ്രണ്ട്സിൽ നിന്നും അല്ലെങ്കിൽ ലോകത്തിൽ നിന്ന് തന്നെ നേടിയെടുത്ത ആ ഒരു സപ്പോർട്ട് കൊണ്ട് മാത്രം ഉണ്ടായതാണെന്നാണ് അവൾ മനസ്സിലാക്കുന്നത്. ഷീ ഈസ് ഗ്രേറ്റ്ഫുൾ ഫോർ ഓൾ ഓഫ് ദം. ഇവരോടെല്ലാം സെൽമയ്ക്ക് എന്തുണ്ട്? ഗ്രേറ്റ്ഫുൾ ആണ്, കൃതജ്ഞതയുണ്ട്. സോ ഷീ ബിലീവ്സ് ദാറ്റ് ഷീ ഈസ് ഇൻഡറ്റഡ് ടു എൻറ്റയർ യൂണിവേഴ്സ്. അതുകൊണ്ട് തന്നെ ഈ എൻറ്റയർ യൂണിവേഴ്സിനോട്, മുഴുവൻ പ്രപഞ്ചത്തോടും താൻ കടപ്പാടുള്ളവളാണെന്നാണ് സെൽമ കരുതുന്നത്. ആ രീതിയിലാണ് സെൽമ അവളുടെ ഗ്രാറ്റിറ്റ്യൂഡ്, നന്ദി പ്രകാശിപ്പിക്കുന്നത്. ഫിഫ്ത്ത് വൺ, what do you think the speaker means by saying my biggest debt has not yet come? അപ്പോൾ എൻ്റെ ഏറ്റവും വലിയ കടം ഇനിയും എത്തിയിട്ടില്ല എന്ന് പറയുന്നതിലൂടെ സ്പീക്കർ എന്താണ് അർത്ഥമാക്കുന്നതെന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. നമുക്ക് നോക്കാം. The phrase my biggest debt has not yet come refer to the Nobel Prize for Literature Selma was awarded. അപ്പോൾ ഈ കൊടുത്ത ഫ്രേസ് റെഫർ ചെയ്യുന്നത് സെൽമയ്ക്ക് കിട്ടിയിട്ടുള്ള നൊബൽ പ്രൈസിനെയാണ് എന്നാണ് നമ്മൾ എഴുതുന്നത്. വിന്നിങ് സച്ച് എ പ്രസ്റ്റീജിയസ് അവാർഡ് ഈസ് എ ഡ്രീം ഓഫ് എവ്രി റൈറ്റർ. ഏതൊരു റൈറ്ററെ സംബന്ധിച്ചുമുള്ള ഏറ്റവും വലിയൊരു ആഗ്രഹവും സ്വപ്നവും ഒക്കെയാണ് ഇത്രയും മഹോന്നതമായി പുരസ്കാരം നേടുക എന്നത്. ദി അവാർഡ് ഈസ് ദ ഗ്രേറ്റസ്റ്റ് റെക്കഗ്നിഷൻ എ റൈറ്റർ ക്യാൻ അച്ചീവ്. ഒരു റൈറ്റർക്ക് അച്ചീവ് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയ അംഗീകാരം കൂടിയാണ് നൊബൽ പ്രൈസ്. ബിക്കോസ് ഓഫ് ദീസ് റീസൺസ് ഷീ ഫീൽസ് മച്ച് ഇൻഡറ്റഡ്. അപ്പോൾ ഈ ഒരു കാരണങ്ങൾ കൊണ്ട് തന്നെ സെൽമയ്ക്ക് വളരെയധികം കടപ്പാട് തോന്നുകയാണ്. Sixth one, what according to you is Selma Lagerlof's message to her audience and to us? എന്താണ് സെൽമ ലോഗലോഫിൻ്റെ മെസ്സേജ് എന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. നമുക്കും അതുപോലെ തന്നെ ആ സ്പീച്ച് കേട്ട ഓഡിയൻസിനും സെൽമ കൊടുക്കുന്ന മെസ്സേജ് എന്താണെന്ന്. സെൽമ ഷെയർസ് വിത്ത് us ദി ഇമ്പോർട്ടൻസ് ഓഫ് ബീങ് ഗ്രേറ്റ്ഫുൾ. നന്ദിയുള്ളവരായിരിക്കുന്നതിൻ്റെ ഇമ്പോർട്ടൻസ് ആണ് സെൽമ നമ്മളോടൊക്കെ പങ്കുവെക്കുന്നത്. ഷീ ഇൻസ്പയർസ് us ടു ബി ഗ്രേറ്റ്ഫുൾ ഫോർ ദോസ് ഹൂ സപ്പോർട്ട് us. നമ്മളെ പിന്തുണയ്ക്കുന്നവരോട് നന്ദിയുള്ളവരായിരിക്കണമെന്നാണ്. എങ്ങനെ നന്ദിയുള്ളവരായിരിക്കണമെന്നാണ് അവൾ നമ്മളെ പ്രചോദിപ്പിക്കുന്നത്. Her idea of indebtedness underlines the way our lives are being interconnected. അപ്പോൾ എല്ലാവരോടുമുള്ള അവളുടെ ആ കടപ്പാട് എന്താണ് അടിവരയിട്ട് പറയുന്നത്? നമ്മുടെ എല്ലാവരുടെയും ജീവിതം എങ്ങനെയാണ് പരസ്പരം കണക്റ്റഡ് ആയിട്ട് ഇരിക്കുന്നത് എന്നുകൂടിയാണ്. അതായത് പരസ്പരം സഹായിച്ചാണ് ഓരോ മനുഷ്യനും പിന്തുണച്ചും സഹായിച്ചുമാണ് നിലനിൽക്കുന്നത്. അതുകൂടിയാണ് സൂചിപ്പിക്കുന്നത്. Now, let's recall and recreate. First one, Selma Lagerlöf has arrived at Stockholm to receive the Nobel Prize in Literature. അപ്പോൾ സെൽമ ലോഗലോഫ് സ്റ്റോക്ക്ഹോമിൽ എത്തിയിരിക്കുന്നത് നൊബൽ പ്രൈസ് ഇൻ ലിറ്ററേച്ചർ വാങ്ങുന്നതിനായിട്ടാണ്. യു ആർ അസൈൻ ദ ടാസ്ക് ഓഫ് ഇൻട്രൊഡ്യൂസിങ് ആൻഡ് വെൽക്കമിങ് ഹെർ ടു റിസീവ് ദി അവാർഡ്. അപ്പോൾ നമ്മളാണ് ഈ സെൽമ ലോഗലോഫിനെ നമ്മുടെ അവാർഡ് വാങ്ങുന്നതിനായിട്ട് സ്റ്റേജിലേക്ക് ഇൻവൈറ്റ് ചെയ്യാൻ റെസ്പോൺസിബിലിറ്റി ഉള്ള ആളെന്ന് കരുതുക. റൈറ്റ് ദ ടെക്സ്റ്റ് ഓഫ് ദി അനൗൺസ്മെന്റ്. അങ്ങനെയാണെങ്കിൽ ആ അനൗൺസ്മെന്റിന്റെ ടെക്സ്റ്റ് എഴുതാനാണ് നമ്മളോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. യൂഷ്വലി നമ്മൾ ആങ്കേഴ്സ് ഒക്കെ ഒരാളെ വേദിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നത് ആ സമയത്ത് എങ്ങനെ അയാളെ ഇൻട്രൊഡ്യൂസ് ചെയ്യുമെന്ന് പരിചയപ്പെട്ടിട്ടുണ്ടാവും അല്ലേ, കേട്ടിട്ടുണ്ടാവും. അപ്പോൾ നമുക്കൊന്ന് എഴുതി നോക്കാം എങ്ങനെയാണ് സെൽമ ലോഗലോഫിനെ നമുക്ക് വേദിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യാമെന്ന്. ഓക്കെ, now, with a big round of applause, let's welcome to the stage the winner of 1909 Nobel Prize for Literature, Miss Selma Lagerlöf. അപ്പോൾ നമ്മൾ എന്താണ് പറഞ്ഞിട്ടുള്ളത്? വലിയൊരു കരഘോഷത്തോടെ നമുക്ക് നമ്മുടെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം 1909 Nobel Prize for Literature വിന്നർ ആയിട്ടുള്ള മിസ് സെൽമ ലോഗലോഫിനെ. Hail from Sweden, Miss Selma Lagerlöf has been contributing to literature for 5 decades. അപ്പോൾ സ്വീഡിഷുകാരിയായിട്ടുള്ള സെൽമ ലോഗലോഫ് 5 ദശാബ്ദങ്ങളായിട്ട് ലിറ്ററേച്ചറിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വിത്ത് ഹെർ റിമാർക്കബിൾ റൈറ്റിംഗ് സ്റ്റൈൽ ഷീ ഹാസ് എൻചാൻഡഡ് റീഡേഴ്സ് അക്രോസ് ദ ഗ്ലോബ്. അവളുടെ അതിശയകരമായ റൈറ്റിംഗ് സ്റ്റൈൽ കൊണ്ട് ലോകമെമ്പാടുമുള്ള റീഡേഴ്സിനെ എൻചാൻഡ് ചെയ്ത എന്ന് വെച്ചാൽ മാന്ത്രിക ശക്തിയാൽ വശീകരിച്ചെടുത്ത ഒരു എഴുത്തുകാരിയാണ് സെൽമ ലോഗലോഫ്. ഷീ ഈസ് ദ ഫസ്റ്റ് വുമൺ ടു റിസീവ് നൊബൽ പ്രൈസ് ഫോർ ലിറ്ററേച്ചർ. നൊബൽ പ്രൈസ് ഫോർ ലിറ്ററേച്ചർ നേടുന്ന ആദ്യത്തെ വുമൺ കൂടിയാണവർ. Born as the 5th child of her parents, Miss Selma was a quiet child. അപ്പോൾ തൻ്റെ മാതാപിതാക്കളുടെ 5ാമത്തെ സന്താനമായിട്ടാണ് സെൽമ ലോഗലോഫ് ജനിച്ചത്. ചെറുപ്പത്തിൽ
ശബ്ദമുണ്ടാക്കാതെ നിശബ്ദയായിരിക്കുന്ന ഒരു കുട്ടിയായിരുന്നു സൽമ. ഷീ വാസ് പാഷനേറ്റ് അബൌട്ട് റീഡിങ്. എന്താണ്, സൽമയെ സംബന്ധിച്ച് റീഡിംഗ് ആയിരുന്നു ഏറ്റവും ഇഷ്ടത്തോടെ അവൾ ചെയ്തിരുന്നത്. ഷീ ഹാഡ് ബീൻ റൈറ്റിംഗ് പോയിട്രി എവർ സിൻസ് ഹെർ ചൈൽഡ്ഹുഡ്. അവളുടെ ചെറുപ്പത്തിൽ തൊട്ട് സൽമ പോയിട്രി എഴുതുമായിരുന്നു. മിസ് സൽമ ഇസ് പ്രൈസ്ഡ് ഫോർ ഹെർ ഫാബുലസ് ഇമാജിനേഷൻ. എന്താണ് ഇമാജിനേഷൻ, അതിശയിപ്പിക്കുന്ന ഇമാജിനേഷൻ ആണ് സൽമ ലോഗലോഫിനെ എല്ലാവരുടെയും സ്തുതിക്ക് അർഹയാക്കുന്നത്. ഹർ മോസ്റ്റ് പോപ്പുലർ വർക്ക് ഗോസ്റ്റ ബെർലിംഗ് സാഗ വാസ് പബ്ലിഷ്ഡ് ഇൻ ദി ഇയർ 1891. അവളുടെ ഏറ്റവും പോപ്പുലറായ വർക്ക് 1891 പബ്ലിഷ് ചെയ്ത ഗോസ്റ്റ ബെർലിംഗ് സാഗയാണ്. Her other famous works include Invisible Links, Jerusalem, The Girl from the Marshcroft, etc. അപ്പോൾ അവളുടെ മറ്റ് ഫേമസ് വർക്ക്സ് എന്ന് പറയുന്നത് ഇൻവിസിബിൾ ലിങ്ക്സ്, ജെറുസലം, ദ ഗേൾ ഫ്രം ദ മാർഷ്ക്രോഫ്റ്റ് എന്നിവയാണ്. ലെറ്റ്സ് വെൽക്കം ടു ദ സ്റ്റേജ് ദി എവർ ഷൈനിങ് മിസ് സൽമ ലോഗലോഫ് ടു റിസീവ് ദി അക്കാഡമി അവാർഡ്. അപ്പോൾ നമുക്ക് നമ്മുടെ സ്റ്റേജിലേക്ക് വെൽക്കം ചെയ്യാം എവർ ഷൈനിങ് ആയിട്ടുള്ള നമ്മുടെ മിസ് സൽമ ലോഗലോഫിനെ ഈ അക്കാദമി അവാർഡ് വാങ്ങുന്നതിനായിട്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മളൊരു മോഡൽ അനൗൺസ്മെന്റ് പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. നൗ സെക്കൻഡ് ആക്ടിവിറ്റി. Imagine you are Selma Logalov. Write a letter to your faithful friend Ezild, who played a crucial role in your literary journey by opening doors when no one else believed in you. അപ്പം നമ്മളോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് നമ്മൾ സൽമ ലോഗലോഫ് ആണെന്ന് ഇമാജിൻ ചെയ്യുക. എന്നിട്ട് നമ്മളുടെ ഏറ്റവും വിശ്വസ്തയായിട്ടുള്ള എസിൽഡ് എന്ന് പറയുന്ന സൽമ ലോഗലോഫിന്റെ ഫ്രണ്ട് ആണല്ലേ, ഫ്രണ്ടിന് ഒരു ലെറ്റർ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. കാരണം ആ ഫ്രണ്ട് അവളുടെ ജീവിതത്തിൽ വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റോള് പ്ലേ ചെയ്തിട്ടുണ്ട്. കാരണം മറ്റാരും അവളിൽ വിശ്വസിക്കാത്ത സമയത്തും വിശ്വസിച്ച് പിന്തുണച്ച് കൂടെ നിന്നതാണ് എസിൽ. അപ്പോൾ എസിലിനൊരു ലെറ്റർ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് ആ ലെറ്റർ ഒന്ന് എഴുതി നോക്കാം. അപ്പോൾ 2 ഭാഗങ്ങളായിട്ടാണ് ഇവിടെ കൊടുക്കുന്നത് ലെറ്റർ, അല്ലെങ്കിൽ അത് വായിച്ചെടുക്കാൻ നിങ്ങൾക്ക് പ്രയാസം ഉണ്ടാവുന്നത് കൊണ്ട്. ഓക്കെ, നോക്കാം. പ്ലേസും ഡേറ്റും കൊടുത്തു, പിന്നെ സല്യൂട്ടേഷൻ കൊടുത്തു. നോക്കാം, സ്റ്റോക്ക്ഹോം, സ്വീഡൻ. നമ്മൾ ആ ഡേറ്റ് കൊടുത്തിട്ടുണ്ട്. ആ ഡേറ്റ് കൊടുത്തിരിക്കുന്നത് ആക്ച്വലി സൽമ ലോഗലോഫ് നൊബൽ പ്രൈസ് വിൻ ചെയ്ത ഡേറ്റ് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ഡിയർ എസിൽഡ്, ഹോപ്പ് യു ആർ ഡൂയിങ് വെൽ. നീ സുഖമായിട്ടിരിക്കുന്നത് കരുതുന്നു. ഐ നോ ഹൗ എക്സൈറ്റഡ് യു ആർ ടു റിസീവ് ദിസ് ലെറ്റർ. എനിക്കറിയാം ഈ ഒരു ലെറ്റർ റിസീവ് ചെയ്യുക എന്ന് പറയുന്നത് നിന്നെ സംബന്ധിച്ച് എത്രമാത്രം എക്സൈറ്റിംഗ് ആണെന്ന്. ദ വെയിറ്റ് ഇസ് ഓവർ ആൻഡ് യുവർ ബെസ്റ്റ് ഫ്രണ്ട് ഹാസ് ബിക്കം എ നൊബേൽ ലോറേറ്റ്. അങ്ങനെ നമ്മുടെ കാത്തിരിപ്പ് അവസാനിച്ചു. നിന്റെ ബെസ്റ്റ് ഫ്രണ്ട് ഇപ്പോൾ നൊബൽ പുരസ്കാരം ജേതാവായിരിക്കുകയാണ്. ഐ ക്യാൻ ക്ലിയർലി ഹിയർ ദ എക്സ്ക്ലമേഷൻ യു മെയ്ഡ് ഇയേഴ്സ് എഗോ. എനിക്ക് വ്യക്തമായി കേൾക്കാം നീ പണ്ട് വർഷങ്ങൾക്ക് മുൻപ് നടത്തിയ എക്സ്ക്ലമേഷൻ എന്ന് വെച്ചാൽ പ്രഖ്യാപനം എന്നൊക്കെയാണ്. സൽമ, യു വിൽ വിൻ ദ നൊബേൽ. നീ നൊബേൽ നേടുമെന്ന് നീ വർഷങ്ങൾക്ക് മുൻപ് നടത്തിയ പ്രഖ്യാപനം എനിക്കിപ്പോൾ ശരിക്കും കേൾക്കാൻ കഴിയുന്നുണ്ട്. ഐ റിയലി വാണ്ടഡ് യു ടു ബി ഇൻ ദ ഫസ്റ്റ് റോ വെൻ ഐ റിസീവ് ദ പ്രൈസ്. ഞാൻ സമ്മാനം വാങ്ങുന്ന സമയത്ത് നീ തീർച്ചയായും ഫസ്റ്റ് റോയിൽ തന്നെ, ഒന്നാമത്തെ നിരയിൽ തന്നെ ഉണ്ടാവണമെന്ന് ഞാൻ ഒത്തിരി ആഗ്രഹിച്ചിരുന്നു. ബട്ട് ഈവൻ ഇൻ യുവർ ആബ്സെൻസ് ഐ കുഡ് റിയലി ഫീൽ യുവർ എംബ്രേസ്, ഹിയർ യുവർ അപ്ലോസ് ആൻഡ് സീ ദി എലീഷൻ ഇൻ യുവർ ഫേസ്. അപ്പോൾ നിനക്കവിടെ ഉണ്ടാകാൻ സാധിച്ചില്ല, എന്നാൽ പോലും നീ അവിടെ ഇല്ലായിരുന്നെങ്കിലും എനിക്ക് നിന്റെ ആ എംബ്രേസ്, നിന്റെ ഹഗ് എനിക്ക് ഫീൽ ചെയ്യാൻ കഴിയുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ നിന്റെ കയ്യടി എനിക്ക് കേൾക്കാമായിരുന്നു. നിന്റെ മുഖത്തുള്ള സന്തോഷം, ആനന്ദം എനിക്ക് കാണാമായിരുന്നു. ഐ എം സോ ഗ്രേറ്റ്ഫുൾ ടു ഹാവ് യു ഇൻ മൈ ലൈഫ്. നിന്നെ എൻ്റെ ജീവിതത്തിൽ കിട്ടിയതിൽ ഞാൻ വളരെയധികം ഗ്രേറ്റ്ഫുൾ ആണ്, നന്ദിയുള്ളവളാണ്. ഐ സ്റ്റിൽ റിമെമ്പർ ദോസ് ഡേയ്സ് വെൻ ഐ വാസ് അറ്റ് ദി എഡ്ജ് ഓഫ് എ ബ്രേക്ക് ഡൗൺ. അപ്പോൾ ഞാൻ വളരെ വ്യക്തമായി ഇന്നും ഓർക്കുന്നു ഞാൻ വളരെയധികം ഒരു ബ്രേക്ക് ഡൗണിൻ്റെ സമയത്ത് എല്ലാം നഷ്ടപ്പെട്ട് എല്ലാം അവസാനിച്ച് അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ നിന്ന സമയം ഇപ്പോഴും വ്യക്തമായി ഓർക്കുന്നു. ഐ ക്യാൻറ്റ് ഇമാജിൻ വാട്ട് വുഡ് ഹാവ് ഹാപ്പൻ ടു മീ ഇഫ് യു വെർ നോട്ട് ദെയർ. അപ്പോൾ നീ അവിടെ ഇല്ലാതിരുന്നെങ്കിൽ, ആ സമയത്ത് ഇല്ലായിരുന്നെങ്കിൽ എനിക്ക് എന്ത് സംഭവിക്കുമായിരുന്നു എന്ന് ഇന്നെനിക്ക് ആലോചിക്കാനേ കഴിയുന്നില്ല. ഈവൻ മൈ പാരൻസ് വെ ഹെൽപ്ലെസ് അറ്റ് ദാറ്റ് ടൈം. എൻ്റെ അച്ഛനമ്മമാർ പോലും നിസ്സഹായരായ ഒരു സമയമായിരുന്നു അത്. ഔട്ട് ഓഫ് നോ വെയർ യു അപ്പിയർഡ് ഇൻ മൈ ലൈഫ് ആൻഡ് ലിഫ്റ്റഡ് മീ അപ്പ് ഫ്രം ദ ഡഞ്ചൻ ഓഫ് ഡാർക്ക്നെസ്. അപ്പോൾ എവിടെ നിന്നെന്നറിയില്ല നീ എൻ്റെ ജീവിതത്തിലേക്ക് പ്രത്യക്ഷപ്പെട്ടു. എന്നിട്ടോ എന്നെ ആ ഇരുട്ടിൻ്റെ പാതാളത്തിൽ നിന്നും കൈ പിടിച്ചുയർത്തി. യു ഈവൻ അക്കമഡേറ്റഡ് മീ ഇൻ യുവർ ഹൗസ്. നീ നിൻ്റെ വീട്ടിൽ എന്നെ താമസിപ്പിച്ചു. യു വേ ഓൾസോ നോട്ട് ഇൻ എ ഗുഡ് സ്റ്റേറ്റ് ദെൻ. അപ്പോൾ നീയും അന്ന് അത്ര നല്ല ഒരു സ്ഥിതിയിലൊന്നും ആയിരുന്നില്ല. സ്റ്റിൽ യു ഗേവ് മീ ദ ബെസ്റ്റ് യു കുഡ്. എന്നിട്ടും നിനക്ക് കഴിയാവുന്ന ഏറ്റവും ബെസ്റ്റ് നീ എനിക്ക് തന്നു. യു എൻകറേജ് മീ ടു റൈറ്റ് അഗെയിൻ. വീണ്ടും എഴുതാൻ നീ എന്നെ എൻകറേജ് ചെയ്തു.
യു അക്കമ്പനീഡ് മീ ടു ദി പബ്ലിഷേഴ്സ്. അപ്പോൾ എന്താണ്, പബ്ലിഷേഴ്സിൻ്റെ അടുത്തേക്ക് നീ എന്നെ അനുഗമിച്ചു, കൂടെ വന്നു. യു ഈവൻ സ്പെയർഡ് സെവറൽ നൈറ്റ്സ് ഹെൽപ്പിംഗ് മീ കംപ്ലീറ്റ് ദ ഫൈനൽ ഡ്രാഫ്റ്റ്. അപ്പോൾ എൻ്റെ വർക്കിൻ്റെ ഫൈനൽ ഡ്രാഫ്റ്റ് എഴുതുന്ന സമയത്തൊക്കെ എന്താണ്, നീയും കുറേയധികം രാത്രികൾ എൻ്റെ കൂടെ ചിലവഴിച്ചു. ഹൗ ക്യാൻ ഐ ഫോർഗെറ്റ് യു ഓൺ ദിസ് ബ്യൂട്ടിഫുൾ ഡേ. അപ്പോൾ ഈ മനോഹരമായ ദിവസത്തിൽ എങ്ങനെയാണ് ഞാൻ നിന്നെ മറക്കുക. ഐ എം സോ എക്സൈറ്റഡ് ടു മീറ്റ് യു. നിന്നെ കാണാൻ ഞാൻ അതിയായിട്ട് എന്താണ്, എക്സൈറ്റഡ് ആണ്. ഐ ഹോപ്പ് യു ക്യാൻ റിട്ടേൺ ടു അവർ ഹോം ലാൻഡ് ബൈ നെക്സ്റ്റ് മന്ത്. അടുത്ത മാസത്തോടെ നിനക്ക് നമ്മുടെ ഹോം ലാൻഡിലേക്ക് തിരിച്ചെത്താൻ കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. വൺസ് യു റീച്ച് ഹിയർ വി ക്യാൻ ഡെഫിനറ്റ്ലി ഹാവ് എ സെലിബ്രേഷൻ. നീ വന്നു കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായും ഒരു ആഘോഷം സംഘടിപ്പിക്കണം. ലവിംഗ്ലി സെൽമ. അപ്പോൾ ബെസ്റ്റ് ഫ്രണ്ടിന് എഴുതുന്ന ഒരു ലെറ്ററാണ് നമ്മൾ പ്രിപ്പയർ ചെയ്തത്. ഓക്കെ. Third activity, you have been chosen to design a beautifully crafted certificate of appreciation to honor Selma Lagerlöf, the Nobel Prize winner. അപ്പോൾ സെൽമ ലോഗലോഫ്, അതായത് നൊബൽ പ്രൈസ് വിന്നറാണ്. അപ്പോൾ സെൽമ ലോഗലോഫിന് കൊടുക്കാൻ വേണ്ടി ഒരു സർട്ടിഫിക്കറ്റ് ഓഫ് അപ്രീസിയേഷൻ ഡിസൈൻ ചെയ്യാൻ നമ്മളെയാണ് ഏൽപ്പിച്ചിരിക്കുന്നതെന്ന് കരുതുക. The certificate should be visually appealing, highlighting the admiration and gratitude of those honoring her. അപ്പോൾ ഈ സർട്ടിഫിക്കറ്റ് തീർച്ചയായും എന്തായിരിക്കണം, വിഷ്വലി അപ്പീലിംഗ് ആയിരിക്കണം, കാണാൻ അധികം ഭംഗിയുണ്ടാവണം. അതുപോലെ തന്നെ എന്താണ്, ഈ ഒരു അവളെ ഓണർ ചെയ്യുന്ന അവരുടെ ആ ഒരു അഡ്മിറേഷനും ഗ്രാറ്റിറ്റ്യൂഡും എല്ലാം പ്രതിഫലിക്കുന്നതായിരിക്കണം. യൂസ് എനി വേർഡ് പ്രോസസ്സിംഗ് സോഫ്റ്റ്വെയർ അവൈലബിൾ. അപ്പം അവൈലബിൾ ആയിട്ടുള്ള വേർഡ് പ്രോസസ്സിംഗ് സോഫ്റ്റ്വെയർ ഒക്കെ ഉപയോഗിച്ചിട്ട് മനോഹരമായിട്ടൊരു സർട്ടിഫിക്കറ്റ് ഓഫ് അപ്രീസിയേഷൻ ഡിസൈൻ ചെയ്യാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്കൊരു മോഡൽ സർട്ടിഫിക്കറ്റ് ഓഫ് അപ്രീസിയേഷൻ ഒന്ന് നോക്കാം. This certificate is awarded to Selma Lagerlöf for her remarkable contributions in the field of literature. അപ്പോൾ ഈ സർട്ടിഫിക്കറ്റ് അവാർഡ് ചെയ്തിരിക്കുന്നത് സെൽമ ലോഗലോഫിനാണ്. എന്തിനാണ്? അവളുടെ റിമാർക്കബിൾ കോൺട്രിബ്യൂഷൻസിന്, ലിറ്ററേച്ചർ ഫീൽഡിലുള്ള അവളുടെ റിമാർക്കബിൾ കോൺട്രിബ്യൂഷൻസിനെ വേണ്ടി അവാർഡ് ചെയ്തിരിക്കുന്ന സർട്ടിഫിക്കറ്റ് ആണ്. ആസ് ദി അവാർഡിംഗ് അതോറിറ്റി, ദ സ്വീഡിഷ് അക്കാദമി വുഡ് ലൈക്ക് ടു എക്സ്റ്റെൻഡ് ഇറ്റ്സ് ഹയസ്റ്റ് അപ്രീസിയേഷൻ ഓൺ ദിസ് അച്ചീവ്മെൻറ്റ്. അപ്പോൾ ഈ ഒരു അവാർഡിംഗ് അതോറിറ്റി എന്ന നിലയിൽ അവൾക്ക് എല്ലാവിധ അപ്രീസിയേഷനും ഈ വലിയ നേട്ടത്തിൽ എന്താണ്, ഞങ്ങൾ എക്സ്റ്റെൻഡ് ചെയ്യുന്നു, എന്താണ്, ആശംസിക്കുന്നു എന്ന അർത്ഥത്തിലാണ് ലാസ്റ്റ് ലൈൻ നമ്മൾ കൊടുത്തിട്ടുള്ളത്. ഇനി ഒരു ലൈൻ കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. ദ സർട്ടിഫിക്കറ്റ് ഈസ് അവോർഡഡ് ഓൺ ഡേറ്റും കൊടുത്തിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ ഇതാണ് ഒരു മോഡൽ സർട്ടിഫിക്കറ്റ്. നമുക്കത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് എന്താണ്, അങ്ങോട്ടും ഇങ്ങോട്ടും സെൻറ്റൻസുകൾ മാറ്റാം, അല്ലെങ്കിൽ വേർഡ്സും ഫ്രേസസും ഒക്കെ മാറ്റി എഴുതാം. അപ്പോൾ ഇത്രയും ആക്ടിവിറ്റീസാണ് നമുക്ക് ഈ പാഠം കഴിയുന്ന ആ ഒരു ഭാഗത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി കൂടുതൽ ആക്ടിവിറ്റീസ്, എക്സ്റ്റെൻഡ് ആക്ടിവിറ്റീസ് നമുക്ക് ഒരു പോം കൂടി ഉണ്ട്, അതുകൂടി കഴിഞ്ഞ് നമുക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ ഭാഗം എത്തുമ്പോൾ നമുക്കത് ഡിസ്കസ് ചെയ്യാം. ഓക്കെ. അപ്പോൾ ക്ലാസ്സും എന്താണ് എക്സ്പ്ലനേഷനും ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂട്ടുകാരിലേക്ക് കൂടി ഷെയർ ചെയ്യുക. സോ ഹാപ്പി ലേണിംഗ്.